കഴിഞ്ഞ ദിവസം ഇതുപോലെ പുറത്തുനിന്നൊരു വണ്ടി വന്ന് മറച്ചത് ജീപ്പാ ഇവിടെ വരെ വന്നിടത്ത് നേരെ റിവേഴ്സ് വന്നു. ജീപ്പ് പുറമേന്ന് വന്ന വണ്ടിയാണ്. Yo, what's up guys? Welcome back to my channel. It's me Sappu. കണ്ണൂരിലെ ഊട്ടി എന്നറിയപ്പെടുന്ന പാലക്കായം തട്ടിലാണ് ഇന്ന് നമ്മളുള്ളത്. സോ അതിൻ്റെ കുറച്ച് വ്യൂസ് എല്ലാം കാണിച്ചു തരാം. സോ എടുക്കുള്ള ബൈൻ്റെ കഥ എങ്ങനെ എടുക്കുക വരണം. സോ നിങ്ങൾ കാർ വരും അതല്ല ഞാൻ വീട്ടിൽ പറഞ്ഞ ലക്ഷം കാണാൻ ഞാൻ വന്ന വയ്യ. യെസ് കഴിഞ്ഞ ദിവസം ഇതുപോലെ പുറത്തുനിന്നൊരു വണ്ടി വന്ന് മറച്ചത് ജീപ്പാ ഇവിടെ വരെ വന്നിടത്ത് നേരെ റിവേഴ്സ് വന്നു. ജീപ്പ് പുറമേന്ന് വന്ന വണ്ടിയാണ്. കാണുന്നല്ലോ അവിടെ ഇച്ചിരി കഫേ ഉണ്ട്. Guys, ഞങ്ങളെ കാർ താഴെ കാണിച്ചു തരാം. നമ്മൾ ഗൂഗിളിൽ എടുത്ത മാപ്പ് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം അതെല്ലാം റിവ്യൂ നമ്മൾ വായിച്ചു. അപ്പോൾ ഒരു ചങ്ങായി എടുത്തിട്ടുണ്ടായിരുന്നു ജീപ്പിൽ വരേണ്ട ആവശ്യമില്ല, കാറ് മീറ്റേക്ക് വീഴുന്ന സത്യമാണ് ഗൈസ്. ആക്ച്വലി
നമ്മൾ മണ്ഡലം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്താണ് വന്നത്. സോ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നേരെയുള്ള വഴി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ലെഫ്റ്റിലേക്ക് വന്നു മണ്ഡലത്തിന്. സോ അതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു കാറിനൊക്കെ. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു കൈ കാണിച്ച് നിർത്താൻ പറഞ്ഞു. പക്ഷേ നമ്മൾ റിവ്യൂ വായിച്ചല്ലോ, കാറ് പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് നമ്മൾ പോയി. പക്ഷെ ഒരു ചേട്ടൻ നമ്മളെ ബാക്കിൽ നിന്ന് ജീപ്പിൽ വന്ന്, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് പകുതിയായപ്പോൾ റോഡ് ഫുള്ള് മോശം, ഫുള്ള് പോയി, ഫുള്ള് നമ്മളെ വണ്ടി മൊത്തം പോകും കാറിൽ വന്നാൽ. അപ്പോൾ ആ ചേട്ടന് പറഞ്ഞ് അതുകൊണ്ടാണ് നിങ്ങൾ കൈ കാണിച്ച്. അമ്മ പറഞ്ഞ് അമ്മ അറിയില്ലായിരുന്നു, ചങ്ങായി പറഞ്ഞിട്ട് വന്നത് റോഡ് ശരി പറഞ്ഞിട്ട്. ഷോ ആ ചേട്ടൻ പറഞ്ഞത് 200 രൂപ എന്ന് പറഞ്ഞു. ഷോ നമുക്ക് വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വന്ന് പ്രശ്നമില്ല കഴിച്ചത്. അപ്പോൾ അതേ റോഡിൽ അതേപോലത്താണ്. അപ്പോൾ ഒരു ഹൈ കെയർ എടുത്താണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ചിലവുണ്ട്. ഞാൻ കാറിന് എടുത്തിട്ടുണ്ടെങ്കിൽ 3 കിലോമീറ്റർ വരാണ്ടായിരുന്നു. ഇവിടെ താഴെ പോയിട്ട് നമ്മുടെ എത്ര ടൈമാണത് സ്പെൻഡ് ചെയ്യാം. ഒരു എനർജി ഇല്ല വീടാക്കുമ്പോൾ. വീടാക്കുമ്പോൾ എനർജിയാണ് കാർട്ടിക് ഷോട്ട് മഴയാണ് മഴയാണ്. ചിലപ്പോൾ ഇങ്ങനെ തുള്ളു 5 കിലോ പണ്ണ് എന്താക്കുന്നത് വേറിട്ട് പോകും. Yo, Raju. He's up. Come on, our cameraman. You should be proud, man. Yo, Munni. Yo, Pachu. Oh, fans. Look at the view, guys. That's amazing. But she fog in the corner. Poly fans, poly views. Come on, no reaction. But you know. Fog in the corner. മഴയെല്ലുണ്ട്. സോ സാൻഡുണ്ട്. സൺഡേ ആയതുകൊണ്ട് ഇത് ഫോഗ് കുറവെന്ന് പറഞ്ഞ് സൺഡേ വന്നിട്ടല്ല കോളായി കഴിച്ചു. സൺഡേ ആയതുകൊണ്ട് ഫോഗ് കുറവാണ്. സൺഡേ വ്യൂ എന്തായാലും നിങ്ങൾ ഒരു തവണ എനിക്ക് പേരണം. അമേസിങ്. So, these are the times, guys. If you like to stay here, you can stay here. Oh man. Oh, there's a toilet facility. ഇന്ന് ഫോഗ് കുറച്ച് കുറവാണ്. വലിയ മഞ്ഞൊന്നുമില്ല. അപ്പോൾ പോകുന്നത് കുറച്ച് കുറവായത് കൊണ്ട് അത്ര വലിയ രസമില്ല ഗൈസ്. അപ്പോൾ ഇതിനേക്കാൾ നമ്മളെ നാട്ടിലുണ്ട് ഗൈസ്, കാസർഗോഡ് റാണിപ്പുറം. അപ്പോൾ എന്തായാലും ഞാൻ അത് ഇതിനേക്കാളും രസമുണ്ട്. ഇതിനേക്കാൾ നല്ല ഫോഗല്ല, നല്ല മജുണ്ട്. എനിക്കറിയില്ല ഗൈസ്, ഇത് ഫോഗ് കുറഞ്ഞതാണ്, ഇത് അറിയില്ല. ഇപ്പം മഴ വന്ന് പോയതേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും മേ ബി ഫോഗ് കുറഞ്ഞത്. സോ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തു. അപ്പോൾ ഞാനിപ്പോഴത്തെ ഒരു വീഡിയോ ചെയ്യും എന്തായാലും നെക്സ്റ്റ് ഹോളിഡേ. ഓ എന്നാലും പോകുന്നുണ്ട് ഗൈസ്. സോ ഫ്രണ്ട്സ് ഫാമിലികളായിട്ട് വരാൻ പറ്റിയ നമുക്ക് പ്രശ്നമില്ല. റാണിപ്പുരം ആയതുകൊണ്ട് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്, പക്ഷെ ഇത് അത്ര ഒന്നും നടക്കാനൊന്നുമില്ല. പാർക്കിങ്ങിന് ബുദ്ധിമുട്ടൊന്നും ആവില്ല, ഇഷ്ടം നടന്നുകൊണ്ട് വരാം, പ്രശ്നമില്ല. റാണിപ്പുരമാണെങ്കിൽ കുറച്ച് ദൂരം നടക്കാൻ പണിയുണ്ട്. വയസ്സായവർക്കൊന്നും പെട്ടെന്ന് വരാൻ പറ്റില്ല. സോ വീട്ടിലെല്ലാം എല്ലാവർക്കും വരാം, വയസ്സായവർക്കും വരാം. സോ ഇവിടെ ചായക്കടയുണ്ട്. സോ മണ്ഡലം ജംഗ്ഷന് നേരെ പോയാൽ നമുക്ക് കാറ് കൊണ്ടുവരാം. അപ്പോൾ മണ്ഡലം ജംഗ്ഷന് ലെഫ്റ്റിലേക്ക് എടുത്താൽ സീനാണ് ഗൈസ്.
ജീപ്പ് കാർ വരത്തില്ല, ജീപ്പ് മാത്രമേ വരാൻ പറ്റുള്ളൂ. ബിക്കോസ് റോഡ് മൊത്തം പോയി എടുക്കുക. ഇത് 2 എൻട്രൻസ് ഉണ്ട്, ഇതിലെ കൂടി ഉണ്ട് അതിലെ കൂടി ഉണ്ട്. ഇവിടെ ആയിരുന്നു നമ്മൾ പാർക്ക് ചെയ്തത് ആക്ച്വലി. സോ ദിസ് അവർ കാർ. സോ ആ ചേട്ടൻ പോയി, ജീപ്പിലുള്ള ചേട്ടൻ പോയി. അപ്പോൾ ഇവിടെ 2 പേര് ബൈക്കിൽ വന്നെങ്കിലും പെടുന്നു ഗൈസ്. അറിയാത്തവരാണെങ്കിൽ ബൈക്കിൽ വന്നാലും പെടും. അപ്പോൾ ജീപ്പ് അവർക്ക് അത് മനസ്സിലാവും, ഒരു വണ്ടി വന്നാൽ അപ്പോൾ പുറകെ വരും.